എനിക്കാവുന്നത് പോലെ ഞാൻ ചെയ്തു. പിന്നെ നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് ഒക്കെ വരുന്നത് നല്ലതാണ്. അത് ഏത് രീതിയിലാണേലും, ഡ്രസ്സാണ്, ട്രാവല്, ഫുഡ്, അല്ലെങ്കിൽ നമ്മുടെ റൂം എനിക്ക് റൂമിൽ ഇപ്പോൾ എത്ര നാളായി, ഞാൻ ഒരു 5 മാസത്തോളമായി റൂമിൽ തന്നെ ആയിട്ട്. പക്ഷേ എല്ലാവരും എന്നോട് ചോദിക്കും റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മടുക്കുന്നില്ല. നോ, ഇല്ല. കാരണം എൻ്റെ റൂം അത്രമേൽ പ്രിയപ്പെട്ടതാണ് എനിക്ക്. ഇവിടെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, പക്ഷേ എങ്കിൽ കൂടി ഇതിനകത്തിരിക്കാൻ നല്ലൊരു ഫീലാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ എല്ലാം അങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്കിഷ്ടമാണ് എൻ്റെ റൂമിനകത്ത് ഇരിക്കാൻ. അത് എത്ര നേരം വേണമെങ്കിലും ഞാൻ ഒറ്റയ്ക്ക്. പിന്നെ ഉണ്ടല്ലോ, നമ്മളോരോ സാധനം നമ്മുടേതായ തിങ്സിന് നമ്മുടേതായ ഓരോ സാധനങ്ങൾ നമ്മൾ അത്രത്തോളം സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളത് ചിലപ്പോൾ നമ്മുടെ ഏറ്റവും ആവശ്യപ്പെട്ട അവസ്ഥയിൽ നിന്നും പിച്ച വെച്ച് വന്നിട്ട് ഒരു പൈസ മാറ്റി വെച്ചൊക്കെ മേടിച്ച സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതൊക്കെ അത്രയും പ്രിയപ്പെട്ടതായിരിക്കുമേ. അങ്ങനെയാണ് എനിക്ക് അങ്ങനെയാണ്. ഞാൻ എന്നാന്ന് വെച്ചാൽ കടം മേടിച്ചോ, ലോൺ എടുത്തോ, അങ്ങനത്തെ പരിപാടി ഞാൻ ചെയ്യാറില്ല. ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പൈസ കിട്ടും, എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഓരോന്നേ വാങ്ങിക്കുന്നത്. അങ്ങനെ ചെയ്ത സാധനങ്ങളാണ് എനിക്ക് എല്ലാം. അതുകൊണ്ട് എനിക്ക് എൻ്റേതായ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രമേലെ വേദനിക്കുന്ന ഒരു കാര്യമാണ്. ഞാനത് നഷ്ടപ്പെടുത്താൻ ഇരിക്കുന്ന ഒരാളല്ല. പിന്നെ നിങ്ങൾ അവരോട് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയങ്ങളൊക്കെ മാറ്റി വയ്ക്കണേ. നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്നാലേ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ആവുകയുള്ളൂ. സാറ്റിസ്ഫാക്ഷൻ ആവുക എന്ന് പറഞ്ഞാൽ, എനിക്കറിയില്ല എത്ര സ്ത്രീകൾ ആ വാക്കിൽ യോജിക്കുന്നു എന്നുള്ള കാര്യം. കാരണം നിങ്ങളുടെ സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 99% സ്ത്രീകൾ പറയും ഇല്ല, സമയമില്ല, എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ എനിക്ക് സമയമില്ല, ഞാനത് കണ്ടെത്താറില്ല. മക്കൾക്കും ഭർത്താവിനും മറ്റു ബന്ധുക്കൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി മാറ്റി വയ്ക്കുന്ന എൻ്റെ സമയം ആണ് എൻ്റെ സമയം. അതല്ലാതെ എനിക്ക് വേണ്ടി ഞാനൊരു സമയം മാറ്റി വെച്ചിട്ടുണ്ടോ അറിയില്ല. ഇപ്പോഴും ജനിച്ചു വളർന്ന ആ നാട്, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് ചെന്ന ആ നാടിനപ്പുറത്തേക്ക് പുറംലോകം കാണാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ. എനിക്കറിയാം. ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന പോലെയാണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയാവണമെന്ന് ഞാൻ പറയില്ല. ചിലപ്പോൾ അവരതിൽ ഓക്കെ ആയിരിക്കും. പക്ഷേ എന്നിരുന്നാലും അവരുടെ ഉള്ളിലുള്ള സ്ത്രീ മനസ്സ് ആഗ്രഹങ്ങളൊക്കെ ഉള്ളവരാണ്. പക്ഷേ ഇതൊക്കെ മതി, ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങ് പോയാൽ മതി, എന്തായാലും ഇങ്ങനെയൊക്കെ ആയില്ലേ ലൈഫ്, എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിലാണ് എല്ലാ സ്ത്രീകളും ചിന്തിക്കാറുള്ളത്. പക്ഷെ ഞാൻ എന്ന വ്യക്തി എന്നാന്ന് വെച്ചാൽ, ഞാൻ ഹാപ്പി ആക്കി ഇരിക്കാൻ ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്യും. അതായത് ഞാൻ പുറത്തു പോകും, പള്ളിയിൽ പോകും, എനിക്കിഷ്ടമുള്ള ഭക്ഷണം ഞാൻ കഴിക്കും, ഇഷ്ടമുള്ള പാട്ട് ഞാൻ പാടും, ഇഷ്ടമുള്ള റീൽ ചെയ്യും, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടും. അതൊക്കെ ഞാൻ സാറ്റിസ്ഫാക്ഷൻ ആക്കുന്നുണ്ട്. മറ്റ് പലരും പറയുന്ന വാക്കുകൾ ഞാൻ കേൾക്കാഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ അതിനെയൊക്കെ ഒരു തമാശ രീതിയിൽ എടുക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്കത് വലിയ തലവേദനയല്ലാതായി മാറുന്നത്. കാരണം ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടാലും കുറ്റം പറയുന്ന കുറേ ബന്ധുക്കളാണ് എൻ്റെ കുടുംബത്തിലുള്ളത്. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. പട്ടുപാവാട പ്രായം മുതൽ, അതായത് സ്കൂൾ കാലഘട്ടം മുതൽ ഞാൻ എന്തിട്ടാലും അയ്യേ നിനക്കിത് ചേരില്ല, അയ്യേ നീ കറുത്തതല്ലേ, നിനക്ക് പൊക്കമില്ല, നിനക്ക് ഈ കളർ ചേരില്ല, ഇത് നിനക്ക് മാച്ചിങ് അല്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് കസിൻസും എനിക്കുണ്ട് കേട്ടോ. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ അതിലൊന്നും തളരാൻ തയ്യാറായിരുന്നില്ല ഗൈസ്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കും, നീ എന്താണ് നിൻ്റെ പ്രായത്തേക്കാൾ വളരെ ചെറുപ്പമായി തോന്നുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരാളൊരു കാര്യം പറഞ്ഞു, ഓക്കെ, ആ കാര്യത്തെ ഞാൻ നെഗറ്റീവായി എടുക്കാതെ പോസിറ്റീവായി എടുത്ത് നെക്സ്റ്റ് ഡേ ഏറ്റവും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ അലമായി? അടിപൊളിയായില്ലേ? ചെക്കൻ കിടുവായി, സൂപ്പറായി. പിന്നെ ടോയ്ലറ്റിൻ്റെ അത് ഞാൻ ചെയ്തില്ല കേട്ടോ, കാരണം ഞാൻ മടുത്ത്. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ ചെയ്യാമെന്ന് ഞാൻ ചെയ്തില്ല. ഇന്ന് വരില്ല, ഇനി നാളെ എങ്ങനെയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വായോ, നമുക്ക് കുറച്ച് വർത്താനം പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഡിയർ. സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ഷോർട്ട്സ് വീഡിയോ കൂടി വരുന്നുണ്ട്, അത് നിങ്ങളൊന്ന് പോയി നോക്കണം കേട്ടോ. ഞാൻ അതിന് മാച്ചിങ് ആയ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ ബൈ. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ. ഓ ഗൈസ്, ഞാൻ മടുത്തു. സംഭവം കിടുവായിട്ടുണ്ട്. നോക്ക്. അയ്യോ എവിടെ പോയി? സൂപ്പറായിട്ടില്ലേ? എനിക്കിഷ്ടപ്പെട്ടു. സംഭവം സൂപ്പർ.